നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ബ്രിട്ടനിൽ കടുത്ത അതിശൈത്യവും മഞ്ഞുവീഴ്ചയും, ജനജീവിതം പ്രതിസന്ധിയിൽ. ആർട്ടിക് ബ്ലാസ്റ്റിനെ തുടർന്ന് ബ്രിട്ടനിൽ അതിശൈത്യവും മഞ്ഞുവീഴ്ചയും ജനജീവിതം അതീവ ദുസ്സഹമാക്കി. സീസണിലെ ഏറ്റവും തണുപ്പേറിയ രാത്രിയായിരുന്നു കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. കുംബ്രിയയിലെ ഷാപ്പിൽ താപനില -10.9 ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്നു. സ്കോട്ട്ലൻഡ്, വെയിൽസ്, വടക്കൻ അയർലൻഡ് എന്നിവിടങ്ങളിലെ നൂറുകണക്കിന് വിദ്യാലയങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്. റോഡുകളിൽ ഐസ് കട്ടപിടിക്കുന്നതിനാൽ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലിവർപൂൾ ജോൺ ലെനൻ വിമാനത്താവളത്തിലെ റൺവേ മഞ്ഞു മൂടിയതിനെ തുടർന്ന് അടച്ചിട്ടു. ട്രെയിൻ ഗതാഗതവും തടസ്സപ്പെട്ടു. നോർത്ത് വെയിൽസിലെയും സ്കോട്ട്ലൻഡിലെയും പല റൂട്ടുകളും റദ്ദാക്കി. റോഡുകളിൽ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതിനാൽ ബസ് സർവീസുകളും നിർത്തിവെച്ചു. രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നുവരെ കനത്ത ജാഗ്രതാ നിർദ്ദേശം തുടരുമെന്നും താപനില ഇനിയും താഴാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ജങ്ക് ഫുഡ് പരസ്യങ്ങൾക്ക് UK-യിൽ നിരോധനം. കുട്ടികൾക്കിടയിലെ പൊണ്ണത്തടിയും ദന്തക്ഷയവും തടയുന്നതിനായി UK-യിൽ ജങ്ക് ഫുഡ് പരസ്യങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി. കൊഴുപ്പ്, ഉപ്പ്, പഞ്ചസാര എന്നിവ കൂടുതലടങ്ങിയ ഭക്ഷണപാനീയങ്ങളുടെ പരസ്യങ്ങൾക്കാണ് നിയന്ത്രണം വന്നത്. പുതിയ നിയമപ്രകാരം രാത്രി 9 മണിക്ക് മുമ്പ് ടെലിവിഷനിൽ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ കാണിക്കാൻ പാടില്ല. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ പൂർണ്ണമായ നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സോഫ്റ്റ് ഡ്രിങ്കുകൾ, ചോക്ലേറ്റ്, മിഠായികൾ, പിസ്സ, ഐസ്ക്രീം, പഞ്ചസാര ചേർത്ത പ്രഭാത ഭക്ഷണങ്ങൾ എന്നിവയെല്ലാം നിരോധന പരിധിയിൽ വരും. ഉൽപ്പന്നങ്ങളിലെ പോഷകാംശങ്ങളും ദോഷകരമായ ഘടകങ്ങളും വിലയിരുത്തുന്ന സ്കോറിംഗ് സംവിധാനം ഉപയോഗിച്ചാണ് ഇത് നിശ്ചയിക്കുന്നത്. ബ്രാൻഡ് നാമങ്ങൾ ഉപയോഗിച്ചുള്ള പരസ്യം അനുവദനീയമാണെങ്കിലും നിരോധിക്കപ്പെട്ട ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ല. UK-യിൽ 10-ൽ 1 കുട്ടി പൊണ്ണത്തടി ബാധിതരാണെന്നും ഇത് ആരോഗ്യ സംവിധാനത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുന്നുവെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഈ നീക്കത്തിലൂടെ ആയിരക്കണക്കിന് കുട്ടികളെ പൊണ്ണത്തടിയിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. 1998 ശേഷം വേൾഡ് കപ്പ്. സ്കോട്ട്ലൻഡിന് ജൂൺ 15 പബ്ലിക് ഹോളിഡേ. 28 വർഷത്തിന് ശേഷം പുരുഷ ഫുട്ബോൾ ടീം ലോകകപ്പിൽ കളിക്കുന്നതിന്റെ ഭാഗമായി സ്കോട്ട്ലൻഡിന് പൊതു അവധി പ്രഖ്യാപിക്കുന്നു. ജൂൺ 14 ഹെയ്റ്റിക്കെതിരെ നടക്കുന്ന ആദ്യ മത്സരത്തോടനുബന്ധിച്ച് ജൂൺ 15 ദേശീയ ബാങ്ക് അവധി ദിനമായി ആചരിക്കാൻ ഫസ്റ്റ് മിനിസ്റ്റർ ജോൺ സ്വിന്നി നിർദ്ദേശിച്ചു. രാജാവിന്റെ അംഗീകാരം ലഭിച്ചാൽ ഇത് ഔദ്യോഗികമാകും. രാജ്യമെമ്പാടുമുള്ള ജനങ്ങൾക്ക് ഈ ചരിത്ര നിമിഷം ഒരുമിച്ച് ആഘോഷിക്കാൻ അവസരം നൽകാനാണ് ഈ തീരുമാനം. ഇത് രാജ്യത്തേക്ക് ടൂറിസം, ബിസിനസ് വികസനം എന്നിവയെ ആകർഷിക്കുമെന്നും സാംസ്കാരിക കായിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും സ്വിന്നി പറഞ്ഞു. സ്കോട്ട്ലൻഡിന് UK-യിൽ നിന്ന് വ്യത്യസ്തമായ ബാങ്ക് അവധികൾ പ്രഖ്യാപിക്കാൻ അധികാരമുണ്ട്. മൊറോക്കോയ്ക്കും ബ്രസീലിനും എതിരായുള്ള മത്സരങ്ങൾക്കു ശേഷം കൂടുതൽ ആഘോഷങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ലോകകപ്പ് സമയത്ത് പബ്ബുകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. GMB യൂണിയനിൽ വീണ്ടും ആഭ്യന്തര പ്രശ്നങ്ങൾ. വനിതാ നേതാക്കളുടെ പരാതികൾ. GMB ട്രേഡ് യൂണിയനിൽ വീണ്ടും ആഭ്യന്തര പ്രശ്നങ്ങൾ തലപൊക്കുന്നു. 2 വനിതാ മുതിർന്ന നേതാക്കൾ ഉന്നയിച്ച ലൈംഗിക പീഡന ഭീഷണി പരാതികൾക്കിടയിൽ ഒരാൾക്ക് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിനെതിരെ അനധികൃത പിരിച്ചുവിടൽ കേസ് ഫയൽ ചെയ്തു. യൂണിയന്റെ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ഈ സംഭവ വികാസങ്ങൾ. 2020 റിപ്പോർട്ടിൽ സ്ഥാപനപരമായ ലിംഗവിവേചനം ഉള്ളതായി കണ്ടെത്തിയതിനെ തുടർന്ന് സംസ്കാരം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ പ്രശ്നങ്ങൾ. വർണ്ണവിവേചനം ആരോപിച്ച് പിരിച്ചുവിടപ്പെട്ട ഒരു മുതിർന്ന ഉദ്യോഗസ്ഥ തന്റെ പരാതിക്ക് പ്രതികാരമായാണ് പിരിച്ചുവിടലെന്ന് യൂണിയന്റെ കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് കത്തയച്ചു. ഭയം നിറഞ്ഞ ഒരു സംസ്കാരം നിലനിൽക്കുന്നതായും അവർ ആരോപിച്ചു. രണ്ടാമത്തെ വനിതാ നേതാവ് ഇപ്പോഴും ജോലിയിലുണ്ടെങ്കിലും അവധിയിലാണെന്നും യൂണിയൻ നേതൃത്വത്തിലെ മോശം പെരുമാറ്റത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തതായും അവർ പറഞ്ഞു. എന്നാൽ പരാതികൾ അടിസ്ഥാനരഹിതമാണെന്നും ആദ്യത്തെ ജീവനക്കാരിയെ വർണ്ണവിവേചനത്തിന്റെ പേരിലാണ് പിരിച്ചുവിട്ടതെന്നും യൂണിയൻ വക്താവ് വ്യക്തമാക്കി. 1 ലക്ഷം പൗണ്ട് നികുതിക്കെണി. സ്ഥാനക്കയറ്റം വേണ്ടെന്ന് വെച്ച് ജീവനക്കാർ. അയർലൻഡിൽ ഉയർന്ന വരുമാനം നേടുന്ന പല ജീവനക്കാരും സ്ഥാനക്കയറ്റം വേണ്ടെന്ന് വയ്ക്കുകയോ ജോലി സമയം കുറയ്ക്കുകയോ ചെയ്യുന്നതായി റിപ്പോർട്ട്. 1 ലക്ഷം പൗണ്ടിന് മുകളിൽ വരുമാനം നേടുന്നവർക്ക് ലഭിക്കുന്ന നികുതി ഇളവുകൾ നഷ്ടപ്പെടുന്നതാണ് ഇതിന് കാരണം. 43% മാനേജർമാർ തങ്ങളോ അല്ലെങ്കിൽ തങ്ങളുടെ കീഴിലുള്ള ജീവനക്കാരോ വരുമാനം 1 ലക്ഷം പൗണ്ടിന് താഴെ നിർത്താൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് സമ്മതിച്ചു. ഫ്രോസൺ ടാക്സ് ത്രെഷോൾഡറുകൾ കാരണം പലരും ഈ നികുതിക്കെണിയിൽ അകപ്പെടുന്നു. 1 ലക്ഷം പൗണ്ടിന് മുകളിൽ വരുമാനം നേടുന്നവർക്ക് കുട്ടികൾക്കുള്ള ടാക്സ് ഫ്രീ ചൈൽഡ് കെയർ ആനുകൂല്യം നഷ്ടപ്പെടും. കൂടാതെ 1 ലക്ഷം പൗണ്ടിനും 1,20,140 പൗണ്ടിനും ഇടയിൽ വരുമാനം നേടുന്നവർക്ക് നാഷണൽ ഇൻഷുറൻസ് ഉൾപ്പെടെ 62% എന്ന ഉയർന്ന മാർജിനൽ ടാക്സ് നിരക്ക് ബാധകമാകും.
വരുമാനം നിയന്ത്രിക്കാൻ പെൻഷൻ സംഭാവന വർദ്ധിപ്പിക്കുക, ശമ്പള സറണ്ടർ സ്കീം ഉപയോഗിക്കുക, ജോലി സമയം കുറയ്ക്കുക, സ്ഥാനക്കയറ്റം നിരസിക്കുക തുടങ്ങിയ വഴികളാണ് ജീവനക്കാർ സ്വീകരിക്കുന്നത്. ഇത് സാമ്പത്തിക വളർച്ചയെ തടയുമെന്നും ആരോഗ്യമേഖലയെയും സമ്പദ് വ്യവസ്ഥയെയും പ്രതികൂലമായി ബാധിക്കുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. വെനസ്വേലയിലെ US നടപടി അന്താരാഷ്ട്ര നിയമങ്ങൾ ഓർമ്മിപ്പിച്ച് UK വിദേശകാര്യ സെക്രട്ടറി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെനസ്വേലയിലെ സൈനിക നടപടിയിൽ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം UK വിദേശകാര്യ സെക്രട്ടറി യെവറ്റ് കൂപ്പർ US സെക്രട്ടറി മാർക്കോ റൂബിയോയെ ഓർമ്മിപ്പിച്ചു. പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെ US സൈന്യം പിടികൂടിയതിനെ തുടർന്ന് അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുവെന്ന ആരോപണങ്ങൾ ശക്തമായിരിക്കെയാണ് കൂപ്പറിന്റെ ഈ പ്രസ്താവന. പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ട്രംപിന്റെ നടപടിയെ നേരിട്ട് വിമർശിക്കാൻ തയ്യാറാകാതെ മഡുറോയുടെ ഏകാധിപത്യത്തെക്കുറിച്ചാണ് സംസാരിച്ചതെങ്കിലും MPമാരുടെ സമ്മർദ്ദം കാരണം കൂപ്പറിന് അന്താരാഷ്ട്ര നിയമത്തെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സംസാരിക്കേണ്ടി വന്നു. ഈ നടപടി ആഗോള രാഷ്ട്രീയത്തിൽ അസ്ഥിരത സൃഷ്ടിക്കുമെന്നും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പോലുള്ള മറ്റ് നേതാക്കൾക്ക് അന്താരാഷ്ട്ര കരാറുകൾ അവഗണിക്കാനുള്ള ധൈര്യം നൽകുമെന്നും സുരക്ഷാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. US സ്വീകരിച്ച നടപടികളുടെ നിയമപരമായ അടിസ്ഥാനം വിശദീകരിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണെന്നും ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ വിഷയം ചർച്ച ചെയ്യുന്നുണ്ടെന്നും കൂപ്പർ പറഞ്ഞു. വെനസ്വേലയിൽ സമാധാനപരവും ജനാധിപത്യപരവുമായ ഒരു മാറ്റം സാധ്യമാക്കാൻ UKക്ക് എന്ത് പങ്ക് വഹിക്കാമെന്നും അവർ റൂബിയോയുമായി ചർച്ച ചെയ്തതായി അറിയിച്ചു. അതേസമയം UK ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന ആവശ്യം പ്രതിപക്ഷ കക്ഷികളിൽ നിന്ന് ശക്തമായി ഉയരുന്നുണ്ട്. KFC മാനേജർ ഇന്ത്യൻ ജീവനക്കാരനെ അടിമയെന്ന് വിളിച്ച് അധിക്ഷേപിച്ചു. 74 ലക്ഷം രൂപ നഷ്ടപരിഹാരം. ലണ്ടനിലെ KFC ഔട്ട്ലെറ്റിൽ ജോലി ചെയ്ത ഇന്ത്യൻ യുവാവിനെ വംശീയമായി അധിക്ഷേപിച്ച കേസിൽ 74 ലക്ഷം രൂപയോളം നഷ്ടപരിഹാരം നൽകാൻ ബ്രിട്ടീഷ് കോടതി ഉത്തരവിട്ടു. തമിഴ്നാട് സ്വദേശിയായ മതേഷ് രവിചന്ദ്രനെയാണ് സൗത്ത് ഈസ്റ്റ് ലണ്ടനിലെ വെസ്റ്റ് വിക്കം KFC ശാഖയിലെ ശ്രീലങ്കൻ മാനേജർ കാഞ്ചൻ തൈവേന്ദ്രൻ അടിമയെന്ന് വിളിച്ച് അധിക്ഷേപിച്ചത്. 2023 ജനുവരിയിൽ ജോലിക്ക് ചേർന്ന മതേഷിന്റെ അവധി അപേക്ഷകൾ നിരസിക്കുകയും വംശീയ വിവേചനം കാണിക്കുകയും ചെയ്തതായി കോടതി കണ്ടെത്തി. മാനേജറുടെ പെരുമാറ്റം കാരണം അമിതമായി ജോലി ചെയ്യിപ്പിച്ചെന്നും നോട്ടീസ് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ജോലിയിൽ നിന്ന് പുറത്താക്കിയെന്നും പരാതിയുണ്ട്. മതേഷിന്റെ അന്തസ്സിനെ വ്രണപ്പെടുത്തുന്ന പെരുമാറ്റമാണ് മാനേജറുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് ജഡ്ജി പോൾ അബോട്ട് നിരീക്ഷിച്ചു. നഷ്ടപരിഹാരത്തുക കൂടാതെ ജീവനക്കാർക്കായി വിവേചന വിരുദ്ധ പരിശീലന പരിപാടി നടപ്പിലാക്കാനും കോടതി നെക്സസ് ഫുഡ്സ് ലിമിറ്റഡിനോട് നിർദ്ദേശിച്ചു. ഗ്യാറ്റ്വിക് വിമാനത്താവളം ഡ്രോപ്പ് ഓഫ് ഫീ 10 പൗണ്ടായി ഉയർത്തി. ഡ്രോപ്പ് ഓഫ് ഫീ 10 പൗണ്ടായി ഉയർത്തിയ ഗ്യാറ്റ്വിക് വിമാനത്താവളം ഇപ്പോൾ UKയിലെ ഏറ്റവും വിലയേറിയ വിമാനത്താവളമായി മാറി. ഇത് 43% വർധനവാണ്. ചാൻസലർ റേച്ചൽ റീവ്സ് ഏർപ്പെടുത്തിയ ബിസിനസ് റേറ്റ് വർധനവാണ് ഈ നടപടിക്ക് കാരണമെന്ന് വിമാനത്താവളം പറയുന്നു. ഗ്യാറ്റ്വിക് ഒഴികെ ലണ്ടൻ സിറ്റി വിമാനത്താവളം 8 പൗണ്ട് ഫീ ഉയർത്തുകയും ബ്രിസ്റ്റോൾ വിമാനത്താവളം ഫീ 8.50 പൗണ്ടായി ഉയർത്തുകയും ചെയ്തു. ബ്ലൂ ബാഡ്ജ് ഉടമകൾക്ക് ഫീ ഒഴിവാക്കും. എന്നാൽ ഈ ചാർജ് ടാക്സി, മിനി ക്യാബ് നിരക്കുകളിൽ ചേർക്കപ്പെടും. RAC സീനിയർ പോളിസി ഓഫീസർ റോഡ് ഡെന്നിസ് പറയുന്നത് 40% വർധനവ് തങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ്. യൂറോപ്പിലെ മറ്റ് പ്രധാന വിമാനത്താവളങ്ങളിൽ ഡ്രോപ്പ് ഓഫ് ഫീ മിക്കവാറും കേൾക്കാത്ത കാര്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പൊതുഗതാഗതം ഉപയോഗിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കാനാണ് ഈ നടപടി ലക്ഷ്യം വയ്ക്കുന്നതെങ്കിലും ഹെവി ലഗേജുകളോടെ എത്തുന്ന യാത്രക്കാർക്ക് ഇത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്ന് വിമർശനങ്ങളുണ്ട്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും Q മലയാളം UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ Q മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.